ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പഴയ ഫ്രിഡ്ജിനെ ഒരു ഫിഷ് ടാങ്ക് ആക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതായി ഇരിക്കുന്ന ഫ്രിഡ്ജാണല്ലേ, ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഫിഷ് ടാങ്ക് ആക്കി മാറ്റാൻ പോകണം. അപ്പോൾ ഇതിൽ നമുക്കുള്ള ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഇതിന് കുറേ ലീക്കൊക്കെ ഉണ്ടാവും. ഈ ലീക്കൊക്കെ മാറ്റണം. അപ്പോൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് MCയിലൊക്കെയാണ്. പക്ഷേ MCയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ അതിനകത്ത് വെള്ളം അടിച്ചിടണം എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഈസിയായിട്ട് ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ അടുത്തുള്ള ഗംഗ അക്വേറിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ മീൻ വാങ്ങാൻ പോകുന്നത്. മൊഹമ്മയാണ് സ്ഥലം. നമ്മുടെ ടാങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു എയർ പമ്പും കൂടി നമ്മൾ വാങ്ങുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ അഴുക്കും മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ ടാസ്ക് അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെളുപ്പിച്ചെടുക്കാം. ഇത് അടിച്ചു പോയി ഗൈസ്. നമ്മൾ ഫ്രിഡ്ജിനെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്ത് അഴുക്കൊക്കെ കളഞ്ഞെടുക്കണം. മാക്സിമം നമുക്ക് പറ്റുന്ന അത്ര വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു നല്ല ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് കളയണം. എന്നിട്ട് ഇതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഹോൾസ്. ലീക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ഈ കാണുന്നതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അടയ്ക്കണം. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും MCയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അടയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 24 മണിക്കൂർ നേരത്തേക്ക് ഇതിനകത്ത് വെള്ളം അടിച്ചിടണം. അല്ലെങ്കിൽ മീൻ ചത്തുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലെക്സ് ക്യൂക്കും റബ്ബർ ട്യൂബും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടിച്ച് നോക്കാം. ഈ ഒരു ട്യൂബാണ് നമ്മൾ ഇതിൻ്റെ ഹോൾ അടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈക്കിളിൻ്റെ ട്യൂബ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിന് കുറച്ച് തിക്നെസ് ഒക്കെ കുറവായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കത്തില്ല. അപ്പോൾ ഒരു ബൈക്കിൻ്റെ ഓട്ടോയുടെ വല്ലതും ട്യൂബ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ അഴുക്കൊക്കെ പറ്റിയിട്ടുള്ള ട്യൂബാണെങ്കിൽ ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ കാണുന്ന ഹോൾസ് മൂടാൻ പാകത്തിനുള്ള പീസ് മുറിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഫ്ലെക്സ് ക്യൂബ് കൊണ്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്യൂബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഈ ഹോളിൽ ഒട്ടിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ക്യൂക്കാണ്. ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കണ്ണിൽ വീഴരുത്. അതുപോലെ തന്നെ കയ്യിലാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കയ്യിലിപ്പോൾ ഗ്ലൗസ് ഒന്നും ഇല്ല, എന്നാലും നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഒരു ട്യൂബിലേക്ക് നമുക്ക് ഇതിനെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട്
അപ്പോൾ നമ്മൾ ഹോൾസൊക്കെ അടച്ചിട്ട് കുറച്ച് ഫ്ലെക്സിക്കൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ സീലാവാൻ വേണ്ടി. ഇനി ഇതിന് നല്ലപോലെ ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളം അടിച്ചിടാം. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് കല്ലും സാധനങ്ങളൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ അത്ര കലം വെച്ചിട്ട് ഒഴിച്ചത് എന്തിനാന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ. നമ്മുടെ വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോൾ അധികം ഫോഴ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് കലം വെച്ചിട്ട് എടുത്തത്. അതുപോലെ തന്നെ ഈ മോട്ടറിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാകും വെള്ളത്തിന്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉടനെ മീൻ ഇടരുത്, മീൻ ചത്തുവാനുള്ള സാധ്യതയുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം വെള്ളം നിറച്ചിട്ട് രാവിലെ മീനിട്ടാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും വെള്ളം അങ്ങനെ വിട്ടേക്കാം, വെള്ളത്തിന് സ്മെല്ലുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ മഴവെള്ളം യൂസ് ചെയ്യാം, കിണറ്റിലെ വെള്ളം യൂസ് ചെയ്യാം. അങ്ങനത്തെ വെള്ളമൊക്കെ ആണെങ്കിൽ വലിയ വിഷയമില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത്രയും വെള്ളത്തിൻ്റെ ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ചിട്ടുള്ള പുതിയ മീനുകളൊക്കെ. നമ്മുടെ പുതിയ ടാങ്കിലിടാൻ വേണ്ടി മേടിച്ചിട്ടുള്ള മീനുകളാണ്. അപ്പോൾ നമുക്ക് ഇവരെ വെള്ളത്തിലേക്ക് ഇറക്കിടാം. രണ്ട് സെയിം വെള്ളമാണ് കേട്ടോ. അവർക്ക് ആ വെള്ളം മാറുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കൂടുതൽ നേരം നമ്മുടെ വെള്ളം. അപ്പോൾ നമ്മുടെ ടാങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ മീനുണ്ടെങ്കിൽ നമുക്കൊരു എയർ പമ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു 130 രൂപയാണ്, ഏകദേശം ഒരു 130 രൂപയാണ് ഇതിന് വരുന്ന വില. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ പൈപ്പ് മേടിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള പൈപ്പ് മേടിക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ചെറിയ വില കൂടുതലുണ്ട് ഇതിനെന്നാലും ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണെങ്കിലും ഈ പൈപ്പാണ് കുറച്ച് നാൾ കൂടുതൽ കിടക്കാൻ നല്ലത്. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഇവർക്ക് എയർ കൊടുക്കാം. എയറേറ്റഡ് ഫിഷ് ടാങ്ക് റെഡിയായി. ആഹാ, അടിപൊളി. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി പോയിട്ട് 10-30 മീനുകൾ മേടിക്കാം. സംഭവം കൊള്ളാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. ഞാൻ പോയിട്ട് കുറച്ചുകൂടി മീൻ മേടിച്ചിട്ട്